Hello friends, so welcome back to Physics Practical Series. So today we are going to do the experiment concave mirror. Okay, so last video we did convex lens. Convex lens it will be so easy because random almost same method are used, equations are same. So let's start. Okay. First, aim to find the focal length of the concave mirror. Concave mirror the focal length question. Then the apparatus, concave mirror, screen, illuminator, wire gauge, stand, meter scale. Here I will experiment use a candle. And the principle, same way we convex lens we rough focal length distance object distance method use it's better you are doing in that way because measurements easy UV method use so first distance method use rough focal length object focus so this is the diagram. Now we പഠിച്ചു കഴിഞ്ഞാൽ 10th ലെ നമ്മൾ പഠിച്ച കാര്യമാണ് എന്ത് ഇൻഫിനിറ്റിയിൽ വരുന്ന റേ മിററിൽ തട്ടി റിഫ്ലക്ട് ചെയ്തിട്ട് എതിലൂടെയാണ് പാസ് ചെയ്യുക ഫോക്കസിലൂടെയാണ് പാസ് ചെയ്യുക സോ ഫോക്കസിലായിരിക്കും ഇമേജ് ഫോർമേഷൻ ഉണ്ടാവുക സോ ദിസ് ഈസ് ദ ഫോക്കൽ ലെങ്ത് ആൻഡ് r is nothing but radius of curvature okay so here I wanted to tell you maybe sometimes നമ്മളുടെ എയിമിൽ ഫോക്കൽ ലെങ്ത് കാണാനും കൂടെ തന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടുപിടിക്കാനും പറയും okay so now the principal distance object method and the diagram plot but it's not that much necessary okay and the second one UV method in the equation which is the focal length f is equal to u into v by u plus v okay so u is nothing but mirror and the object distance u is distance between mirror and object and V is distance between image and the mirror. Mirror. Okay. Equation എഴുതി വെച്ചാൽ മാത്രം പോരാ നിങ്ങൾ എന്തായാലും അതിൽ ഓരോ ടേംസും ഡിഫൈൻ ചെയ്യണം ക്ലിയർ നൗ റേഡിയസ് ഓഫ് കർവേച്ചർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം റിലേഷൻ അറിയാം r is equal to 2f ഓക്കെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് എന്താണ് ഫോക്കൽ ലെങ്ത്തിന്റെ ഡബിൾ ആണ് സോ r is equal to 2f ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക മൾട്ടിപ്ലൈ വിത്ത് 2 then you will get the r clear then UV graph UV ഗ്രാഫും 1/u 1/v ഗ്രാഫും ആയിരിക്കും ഉണ്ടാവുക സ്പെസിഫൈ ചെയ്യും ഏതാണ് വേണ്ടതെന്ന് ക്ലിയർ സോ UV ഗ്രാഫ് കോൺവെക്സ് ലെൻസ് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടുക ഇങ്ങനെ ഒരു പാരാബോളിക് ഷേപ്പ് ആയിരിക്കും ഫ്രം ദാറ്റ് എക്സ് ആക്സിസ് ഒരു 45 ഡിഗ്രി മെഷർ ചെയ്യുക ആഫ്റ്റർ ദാറ്റ് കറസ്പോണ്ടിങ് എക്സ് ആക്സിസ് കറസ്പോണ്ടിങ് വൈ ആക്സിസ് മെഷർമെന്റ്സ് എടുക്കാം ദിസ് ഈസ് നത്തിങ് ബട്ട് OA ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് OB ക്ലിയർ OA ആൻഡ് OB ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയായിരുന്നു നമ്മൾ focal length കണ്ടുപിടിച്ചിരുന്നത് equation is nothing but f is equal to OA plus OB by 4 okay letters നിങ്ങൾ യൂസ് ചെയ്യുന്നതും മാറുന്നതും കുഴപ്പമില്ല കേട്ടോ സോ v എന്ന് പറയുന്നത് എന്താണ് ഇമേജും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് സോ അതിന്റെ റെസിപ്രോക്കൽ ആണ് ഇതിൽ y ആക്സിസിൽ വരുന്നത് സോ ഇതുപോലെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും ക്ലിയർ y ആക്സിസും x ആക്സിസും കമ്പൈൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും ഇത് യൂസ് ചെയ്തിട്ട് ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക f is equal to ഇതായിരിക്കും OA this is OB 2 by OA plus OB സോ നിങ്ങൾ ഒരു റിലേഷൻ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ കോൺവെക്സ് ലെൻസ് പഠിച്ചു സെയിം മെത്തേഡ്സ് തന്നെയാണ് സെയിം ഇക്വേഷൻസ് തന്നെയാണ് ജസ്റ്റ് അപ്പാരറ്റസ് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിക്ക് മാത്രമേ ഇതിൽ ചേഞ്ച് വരുന്നുള്ളൂ clear so observation same way നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് മെത്തേഡിന്റെ മെഷർമെന്റ്സ് എടുക്കുന്നു ഡിസ്റ്റൻസ് ഒബ്ജക്റ്റ് മെത്തേഡിന്റെ മെഷർമെന്റ്സ് എടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് വാല്യൂ തന്നെ കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെഷർമെന്റ് തന്നെ പ്രോപ്പർ ആണെങ്കിൽ ദെൻ പിന്നെയും അഗൈൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മൂന്നും സെയിം തന്നെ എഴുതാം ഓക്കെ ആഫ്റ്റർ ദാറ്റ് മൂന്ന് റീഡിങ്സ് എടുത്തതിനു ശേഷം മീൻ എടുക്കുക
ദെൻ യു വി മെത്തേഡ് ചെയ്യുമ്പോൾ സെയിം വേ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ ചെയ്ത ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. അതിന്റെ ഡബിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇപ്പൊ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡിൽ ഒരു 12 ആണ് നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് കിട്ടിയെന്ന് വിചാരിക്കുക. അതിന്റെ ഡബിൾ എടുക്കുക യു. ഓക്കെ, അവിടെ തൊട്ട് തുടങ്ങുക. ദെൻ കറസ്പോണ്ടിങ് എവിടെയാണ് ഇമേജ് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എവിടെയാണ് ഇമേജ് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നത് നോക്കുക, അതിന്റെ മെഷർമെന്റ്സ് എടുക്കുക. ദെൻ 1/u 1/v, then focal length is nothing but u into v by u plus v. Take the mean. That's it. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിടാം. ക്ലിയർ? സോ now we are going to do the experiment. കോൺവെക്സ് ലെൻസിന്റെ എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ആ വീഡിയോ കണ്ടവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. അല്ലെങ്കിൽ കോൺവെക്സ് ലെൻസ് എങ്ങനെയാ ചെയ്യാൻ അറിയുന്നവർക്ക് കോൺകേവ് മിറർ വിച്ച് ഇസ് ഈസി. ഓക്കെ, സെയിം മെത്തേഡ്സ് തന്നെയാണ്. ഇവിടെ കോൺകേവ് മിറർ ആണ് കയ്യിലുള്ളത്. കോൺകേവ് മിററിന്റെ പ്രത്യേകത എന്താണ്? സോ കോൺകേവ് മിററിന്റെ ഒരു സർഫസ് മാത്രമായിരിക്കും എന്തുണ്ടാവുക, റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് ഉണ്ടാവുക. റൈറ്റ്. ഇനി കോൺകേവ് മിററും കോൺവെക്സ് മിററും എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത്. കോൺകേവ് അതെന്തായിരിക്കും, സർഫസ് കുറച്ച് കുഴിഞ്ഞിട്ടുള്ളതായിരിക്കും. അതായത് ഉള്ളിലേക്ക് കുഴിഞ്ഞ ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫസ് ആയിട്ട് വരുന്നതാണ് എന്ത്, കോൺകേവ് മിറർ എന്ന് പറയുന്നത്. അപ്പൊ കോൺവെക്സ് ലെൻസ് ചെയ്തതുപോലെ തന്നെയാണ്. എന്താ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ട അപ്പാരറ്റസ് എന്താ ഞാൻ ആദ്യം പറയാം. സോ ദിസ് ഈസ് ദ മിറർ സ്റ്റാൻഡ് ആൻഡ് വൈഡ് സ്ക്രീൻ ആൻഡ് ഒബ്ജക്ട്. ക്ലിയർ? സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. 3 അല്ല 4 കാര്യങ്ങൾ. നിങ്ങൾക്ക് വയർ ഗേജ് ആയിരിക്കും കിട്ടുക. സോ ഫസ്റ്റ് what you have to do is ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കണം. മിററിന്റെ ഫോക്കൽ ലെങ്ത് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. സോ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് എന്താണ്, നമ്മൾ കോൺവെക്സ് ലെൻസ് പഠിച്ചപ്പം ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. അതായത് കുറെ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യിപ്പിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഫോക്കസ് ലെങ്ത് കണ്ടുപിടിക്കുന്നു. ക്ലിയർ? സോ ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഈ മെഴുകുതിരി ഉപയോഗിച്ചുള്ളത് ഒന്ന് കാണിച്ചു തരാം. ആഫ്റ്റർ ദാറ്റ് നമ്മുടെ യു വി മെത്തേഡിലേക്ക് കടക്കാം. ക്ലിയർ? സോ നിങ്ങൾ ആക്ച്വലി ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡ് ചെയ്യുമ്പോൾ പുറത്തുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ഇവിടെ അത് നടക്കാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അകലെയായിട്ട് ഒരു കാൻഡിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. സോ ഞാനത് ഫോക്കസ് ചെയ്ത ഇമേജ് ആണ് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ട പ്രോസസ് എന്താണെന്ന് വെച്ചാൽ മിറർ സ്റ്റാൻഡിന്റെ സെന്ററും സ്ക്രീനിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യാം. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെങ്ത് വിച്ച് ഇസ് 10 സെന്റിമീറ്റർ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും എക്സ്പെരിമെന്റ് ചെയ്യുന്ന രീതി ഏകദേശം സെയിം ആണെങ്കിലും അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന രീതി സെയിം ആണെങ്കിലും ദ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓർത്ത് നോക്കുക, കോൺവെക്സ് ലെൻസിൽ നമ്മൾ എവിടെയായിരുന്നു സ്ക്രീൻ വെച്ചത്, ഒബ്ജക്റ്റ്, ലെൻസ് ആൻഡ് സ്ക്രീൻ അല്ലെ. പക്ഷെ ഇവിടെ ഒരു ഭാഗം മാത്രമേ റിഫ്ലക്റ്റിംഗ് സർഫസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കിൽ കൊണ്ടുപോയി സ്ക്രീൻ വെച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്കൊന്നും കിട്ടില്ല. സോ അപ്പാരറ്റസ് അറേഞ്ച് ചെയ്യേണ്ട രീതി ഇതാണ്. നിങ്ങൾക്ക് തരുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ വെക്കേണ്ടത്. ദെൻ മിറർ ഈ ഒബ്ജക്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ കുറച്ച് ബാക്കിൽ, അതായത് ഇവിടെ നമ്മൾ സ്ക്രീൻ ആണല്ലോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റിഫ്ലക്ഷൻ കിട്ടിപ്പിക്കുക അല്ലെങ്കിൽ ഇമേജ് കിട്ടിപ്പിക്കുക. ഈ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇമേജ് എവിടെയാണ് കിട്ടുന്നത് നോക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്റ്റന്റ് ഒബ്ജക്ട് മെത്തേഡിൽ നമുക്ക് കിട്ടിയ ഫോക്കസ് ലെങ്ത് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. സോ സെയിം വേ 10 സെന്റിമീറ്ററിന്റെ ഡബിൾ എടുക്കുക. സോ 20 സെന്റിമീറ്റർ എടുക്കുക. എന്ത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് സ്കെയിൽ യൂസ് ചെയ്തിട്ട് 20 സെന്റിമീറ്റർ മിറർ സ്റ്റാൻഡിന്റെ സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റിന്റെ സെന്ററിലേക്ക് 20 സെന്റിമീറ്റർ മെഷർ ചെയ്ത് വെക്കാം. ആഫ്റ്റർ ദാറ്റ് നിങ്ങളുടെ സ്ക്രീന് എവിടെയാണെന്ന് വെച്ചാൽ സ്ക്രീനെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ മിറർ സ്റ്റാൻഡ് തൊടാൻ പാടില്ല കേട്ടോ. സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണ് പ്രോപ്പർ ഇമേജ് കിട്ടുന്നത് നോക്കുക, ആ ലെങ്ത്തും മെഷർ ചെയ്യാം. സോ യു എന്ന് പറയുന്നത് ഒബ്ജക്റ്റും മിറർ സ്റ്റാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ആൻഡ് വി ഇസ് നത്തിങ് ബട്ട് നിങ്ങളുടെ സ്ക്രീനിന്റെ സെന്ററും മിറർ സ്റ്റാൻഡിന്റെ സെന്ററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇത് മെഷർ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ തന്നെ ഇപ്പൊ 20 സെന്റിമീറ്റർ ആണ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ 22 എടുക്കാം. 22 സെന്റിമീറ്റർ മെഷർ ചെയ്യാം. സോ ദിസ് ഇസ് 22 സെന്റിമീറ്റർ. 22 സെന്റിമീറ്റർ അതായത് ഒബ്ജക്റ്റും മിറർ സ്റ്റാൻഡും തമ്മിൽ 22 സെന്റിമീറ്റർ മെഷർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുക, എവിടെയാണ് പ്രോപ്പർ ഇമേജ് കിട്ടുന്നത് നോക്കുക. ഇതുപോലെ തന്നെ 22, 24, 26 അങ്ങനെ കണ്ടിന്യൂ ചെയ്തെടുക്കുക. ക്ലിയർ?
ഒരു 5 to 6 റീഡിംഗ് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ 2-3 റീഡിംഗ്സ് എടുത്തിട്ട് നിർത്തരുത്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പറഞ്ഞാൽ, അതർവൈസ് യു ക്യാൻ ടേക്ക് 4 റീഡിംഗ്സ് ആൻഡ് കാൽക്കുലേറ്റ് ദ ഫോക്കൽ ലെങ്ത്. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? സോ ഇവിടെ ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ആണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ഈ ഇമേജ്. ഇനി എന്താ മെഷർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സ്ക്രീനും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് സെയിം വേ ഇതൊരു 22 സെന്റിമീറ്റർ ആക്കുന്നു. ഇമേജ് എങ്ങനെ കിട്ടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നൗ ഒബ്ജക്റ്റും മിററും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 22 സെന്റിമീറ്റർ ആണ്. സോ ദിസ് ഇസ് ദ ഇമേജ്. ക്ലിയർ ആയിട്ട് ഇമേജ് എവിടെയാണ് കിട്ടുന്നത് നോക്കാം. നൗ ഈ മിററും ഈ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. അതാണ് എന്ത് വി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനിവിടെ നമുക്ക് കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യാം. സോ ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡിൽ ഫോക്കൽ ലെങ്ത് കിട്ടിയത് വിച്ച് ഈസ് 10 സെന്റിമീറ്റർ 3 കേസിലും, ആൻഡ് മീൻ ഈസ് നത്തിങ് ബട്ട് 10 സെന്റിമീറ്റർ. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10 into 10⁻²m. That's it. So next UV method. UV മെത്തേഡിൽ നമ്മൾ 10 ആണ് നമുക്ക് ഡിസ്റ്റൻസ് ഒബ്ജക്ട് മെത്തേഡിൽ കിട്ടിയത്. സോ ഡബിൾ എടുക്കുക, 20 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 20. എപ്പോഴും ഈ മെഷർമെന്റ്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ മിററും ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ മെഷർമെന്റ്സ് ചേഞ്ച് ചെയ്യും. ക്ലിയർ? സോ ദെൻ 20, 22, 24, 26, 28, then 30. ഒരു 5 to 6 മെഷർമെന്റ്സ് എടുക്കുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടതാണ്. ദെൻ ഇമേജ് ഡിസ്റ്റൻസ്. ഇമേജ് ഡിസ്റ്റൻസ് വി ഗോട്ട് 19, 17, 16, 16.3, 16.3, then 15, then 15.5, 15.5. Okay, then now next 1 by u. 1 by u എന്ന് പറയുന്നത് 1/20, 1/22, 1/24 in that way. So we'll get 0.05, 0.04, 0.04. സി നിങ്ങൾക്ക് ഇങ്ങനെ സെയിം വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ കോളത്തിൽ കുഴപ്പമില്ല. പക്ഷെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ മേ ബി ഇഫ് യു നീഡ് അറ്റ് 0.041 അങ്ങനെയൊക്കെ ആണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. ആൻഡ് ഈ മെത്തേഡ് ആണെങ്കിലും ദർ ഇസ് നോ പ്രോബ്ലം. ഓക്കെ, 0.03, 0.03 and 0.07, 0.07. Then 1 by v, നമ്മളുടെ ഇമേജ് ഡിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ 1/19, 1/17, 1/16 in that way. So that we will get 0.05, 0.05, 0.06, 0.06, 0.06 and then 0.06. Okay, now the focal length u into v by u plus v, u into v by u plus v, 20 into 19 by 20 plus 19, like that. So you'll get 9.7, 9.5, 9.6, 10, 9.7, 10.2. Okay, then take the mean. Okay, take the mean, add these 6 values and divide it with 6. 9.78. This is the mean. So 9.78 centimeter. So we can write it in by using UV method. Using UV method, F is equal to 9.78 into 10⁻²⁻² meter. Clear? So ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമുക്ക് റഫ് ഫോക്കൽ ലെങ്ത് എത്രയായിരുന്നു കിട്ടിയത്? 10 സെന്റിമീറ്റർ. 9.78 എന്ന് പറയുന്നത് കുറെ ഡിഫറൻസ് ഇല്ല. സോ ദാറ്റ് ഈസ് ഓക്കെ. ക്ലിയർ? 10 കിട്ടാൻ വേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണമെന്നില്ല. ഇതിലും കുറെ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി നിങ്ങളുടെ മെഷർമെന്റ്സ് ചെക്ക് ചെയ്യണം. അതർവൈസ് ഇറ്റ് വിൽ ബി ഫൈൻ. ക്ലിയർ? സോ ദ നെക്സ്റ്റ് ഈസ് ദ ഗ്രാഫ്. നമുക്ക് കിട്ടിയ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത ഗ്രാഫ് ആണിത്. ദ ഫസ്റ്റ് വൺ ഈസ്
UV method. UV method along x-axis U and along y-axis which is V. Then same way നമ്മൾ എന്ത് ചെയ്തു 5, 10, 15, 20, 25, 30, 35 എന്നുള്ളതാണ് y-axisലും x-axisലും എടുത്തിരിക്കുന്ന മെഷർമെന്റ്സ്. പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഓക്കെ, പോയിന്റ്സ് മാർക്ക് ചെയ്തു. ഇവിടേക്കാണ് നമുക്ക് കിട്ടിയ പോയിന്റ്സ്. ഈ പോയിന്റ്സ് ആണെങ്കിലും again I'm repeating, don't draw like this. ഇത്ര മാത്രം വരച്ച് വെക്കരുത്. ക്ലിയർ? ഒരു പാരാബോളിക് ഷേപ്പിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, ഒരു പാരാബോളിക് ഷേപ്പിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ദെൻ എക്സ് ആക്സിസിൽ നിന്ന് 45 ഡിഗ്രി മെഷർ ചെയ്യുന്നു. 45 ഡിഗ്രി മെഷർ ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത പോയിന്റ് കിട്ടുന്നു. കറസ്പോണ്ടിങ് എക്സ് ആക്സിസ്, കറസ്പോണ്ടിങ് വൈ ആക്സിസ് മെഷർമെന്റ്സ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ മെഷർ ചെയ്ത് കിട്ടുന്ന ഇതാണ് എന്ത്, ഈ പോയിന്റ് കിട്ടില്ലേ? സോ ഈ പോയിന്റ് കിട്ടി കഴിയുമ്പോൾ OA. ക്ലിയർ? ദെൻ അലോങ് വൈ ആക്സിസിലാണ് എന്തുണ്ടാവുക? OB. ആ റീഡിങ്സ് മാർക്ക് ചെയ്ത് വെക്കുക. ആ റീഡിങ്സ് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് OA കിട്ടുന്നത് 24 ആണ് ആൻഡ് OB is 16. OA which is equal to 24 and OB is equal to 16 ആണ് കിട്ടുന്നത്. ക്ലിയർ? ഇവിടെ 16 ആണ് കിട്ടുന്നത്. ദെൻ ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ OA plus OB by 4. F is equal to OA plus OB by 4. So which is nothing but 10 centimeter. Clear? OA എന്ന് പറയുന്നത് 24 plus 16 by 4. Clear? Is it fine? Then the next graph, 1 by U, 1 by V graph. 1 by U, 1 by V graph. Along x-axis 1 by U, along y-axis 1 by V. Then same way നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടും. ദെൻ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രേറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾക്കൊരു 3 പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഫൈൻ. ദെൻ ആ 3 പോയിന്റ്സിനെ കണക്ട് ചെയ്തിട്ട് എക്സും വൈ ആക്സിസുമായിട്ട് കണക്ട് ചെയ്തിട്ട് സ്ട്രേറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാം. സോ OA എന്ന് പറയുന്നത് ഇതാണ്, എക്സ് ആക്സിസിലാണ്. OB എന്ന് പറയുന്നത് വൈ ആക്സിസിലാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് നോക്കുക. അതാണ് എന്ത്, നമ്മളുടെ OA ഫ്രം 0 to that point. So that is nothing but 0.1 and along y-axis B is nothing but 0.09. Okay. So equation substitute here. OA is equal to 0.1, OB is equal to 0.09 and focal length is nothing but 2 by OA plus OB. So we will get 10.5. 2 by 0.1 plus 0.09 which is nothing but 10.5 centimeter. That's it. Okay, ഇതാണ് നമുക്ക് 1 by U 1 by V ഗ്രാഫ് എന്ന് കിട്ടുന്ന മെഷർമെന്റ്സ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം ഗ്രാഫ് എന്ന് കിട്ടുന്നതും നമുക്ക് അല്ലാതെ കിട്ടുന്നതും തമ്മിൽ ഭയങ്കരമായ ഡിഫറൻസ് ഒന്നുമില്ല. സോ ദാറ്റ്സ് ഫൈൻ. സോ നൗ ജസ്റ്റ് കാൽക്കുലേഷൻ, റൈറ്റ് ഇറ്റ് അഗൈൻ. വി ഗോട്ട് 10 centimeter and this is 10.5. 10 centimeter and this is 10.5 centimeter. Okay, so meter like convert cheyumbo, so here 10 into 10 raised to minus 2, here 10.5 into 10 raised to minus 2. That's it. So the result is focal length of the given concave mirror from UV method. എത്രയാണ് നമുക്ക് കിട്ടിയത്? 9.78 I guess. So 9.78 into 10 raised to minus 2 meter. And focal length of the given concave mirror from UV graph, that we got 10 into 10 raised to minus 2 meter. Okay, maybe okay, distant object method, it is there. So focal length of the given concave mirror from 1 by U 1 by V graph, which is 10.5. 10.5 into 10 raised to minus 2. And focal length of the given concave mirror from distant object method, that is 10 into 10 raised to minus 2 meter. Clear? That's it. I hope it's clear. There is no doubt. Thank you. Target Learning App, Kerala's most trusted learning partner.